വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശുദമ്പുരാൻ ഒരു ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരീസ്യനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരീസ്യൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായി മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, സമ്പാദിക്കുന്ന സകലത്തിൻ്റെ ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ഫരീസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, തേജസ്കരണ കാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭയിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗം അനേക പ്രാവശ്യം നമ്മൾ കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഫരീസേനും ചുങ്കക്കാരനും. അതിന് 1-ാമത്തെ വാചകം തിരുവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. തങ്ങൾ നീതിമാന്മാർ എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവനൊരു ഉപമ അരുളി ചെയ്തു. അനേക മനുഷ്യരുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ ഒരു ഭാഗമാണിത്. അവർ എപ്പോഴും നീതിമാന്മാരാണ്, മറ്റുള്ളവരെല്ലാവരും കുറ്റക്കാരും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അനേക മനുഷ്യർ കൂടി ഒരു പാപിനിയ സ്ത്രീയെ ഓടിച്ചിട്ട് കല്ലെറിയാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ മുൻപിൽ കൊണ്ടുവന്ന് അവരെല്ലാവരും ഒന്നിച്ച് കല്ലുമായി നിൽക്കുകയാണ് ആ സ്ത്രീ എറിയുവാനായിട്ട്. കർത്താവിന് അവരുടെ ഉദ്ദേശം മനസ്സിലായി, കർത്താവിന് അവരുടെ ജീവിതം മനസ്സിലായി, കർത്താവിന് അവരുടെ പാപാവസ്ഥ മനസ്സിലായി. കർത്താവ് അവരോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ: നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. വചനം പറയുന്നത് ഏറ്റവും മുതിർന്നവർ മുതൽ ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് കടന്നുപോയി. ആരും അവളെ കല്ലെറിഞ്ഞില്ല. എന്താ കാരണം? അവർ സ്വയം നീതിമാന്മാരായതാണ്. എന്നാൽ ദൈവത്തിന് മുമ്പിൽ ഒരു നീതിമാന്മാരായിരുന്നില്ല, അവർ മഹാപാപികളായിരുന്നു. നമുക്കറിയാം, പൗലോസ്ലീഹ പറയുന്നത് നീതിമാനായ ഒരാൾ പോലുമില്ല, എല്ലാവരും പാപികളാണെന്ന പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. എന്നാൽ ചില മനുഷ്യരുടെ ധാരണ ഇതാണ്: അവർ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യും. അവർ നീതിമാന്മാരാണ്, അവർക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, ദൈവത്തിൻ്റെ പോലും സഹായം വേണ്ട. അവർ മറ്റുള്ളവരെ പുച്ഛിക്കും, അവരുടെ ജീവിതത്തിൽ എപ്പോഴും കുറ്റങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കും. നമുക്കറിയാം, ലോകത്തിൽ ദോഷൈക ദൃക്കുകളുണ്ട്. ദോഷൈക ദൃക്കുകൾ അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിലും കുറ്റം കാണും. എത്ര നല്ല കാര്യങ്ങളിലും അവർക്കൊരു കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കും. അതവരുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആരെങ്കിലും പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിൽ കുറ്റം കണ്ടുപിടിക്കും. ആരെങ്കിലും ഒരു കവിത വായിച്ചാൽ അതിൽ കുറ്റം കണ്ടുപിടിക്കും. ആരെങ്കിലും പാട്ട് പാടിയാൽ അതിൽ കുറ്റം കണ്ടുപിടിക്കും. ആരെങ്കിലും നല്ലൊരു പ്രമേയം അവതരിപ്പിച്ചാൽ അതിൽ കുറ്റം കണ്ടുപിടിക്കും. മറ്റുള്ളവരുടെ നല്ല ജീവിതത്തിൽ കുറ്റം കണ്ടുപിടിക്കും. കുട്ടികൾ നല്ല മാർക്കുമായി ജയിച്ചാൽ അതിൽ കുറ്റം കണ്ടുപിടിക്കും. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം അവർക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇവിടെ ഫരീസയൻ. ഫരീസയൻ ദേവാലയത്തിൽ പോകുന്നു. നമുക്കറിയാം, ദേവാലയം എന്തിനുള്ള സ്ഥലമാണ്? ദൈവത്തിൻ്റെ ആലയമാണ്. കർത്താവ് എന്ന് പറയുന്നത് പ്രാർത്ഥനാലയമാണ്. ദേവാലയത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. ദേവാലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് നന്ദി പറയാനാണ്. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അനുദപിച്ച് പാപമോചനം പ്രാപിക്കുവാനായിട്ടാണ്. പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധാനത്തിൽ ചേർത്ത് വെക്കാനാണ്. കാരണം ദൈവത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാമെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നാം ഇതെല്ലാം ചോദിക്കണം. ചോദിക്കുകയും നിങ്ങൾക്ക് തരപ്പെടും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും നിങ്ങൾക്ക് തുറക്കപ്പെടും. അപ്പോൾ ചോദിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധാനത്തിൽ നടത്തിവെക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രാർത്ഥന അതല്ല.
പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംഭാഷണവും ദൈവത്തെ കേൾക്കുവാനുള്ള സമയവുമാണ്. ദൈവത്തോട് നമുക്ക് പറയാനുള്ളതൊക്കെ പറയണം. അതിൽ പ്രധാനമായും ദൈവാരാധനയാണ്. ദൈവം മഹത്വത്തിന് വേണ്ടി ദൈവത്തെ സമർപ്പിക്കുകയാണ്. ദൈവം നന്ദി പറയുകയാണ്. അന്നോളം തന്ന കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, ദാനങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ്. വന്നുപോയി വീഴ്ചകൾക്കൊക്കെ പാപപേക്ഷിക്കുകയാണ്. അവസാനം മാത്രമാണ് തന്റെ ആവശ്യങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ നിന്നുകൊണ്ട് തമ്പുരാന് മുമ്പിൽ പ്രാർത്ഥിച്ചത് എന്താണ്? അവൻ സ്വയം നീതീകരിച്ചു പറഞ്ഞു. അവനെന്താ പറഞ്ഞത്? കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കൊള്ളാം, നല്ല കാര്യം. ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഇവന് ചുങ്കക്കാരനെ അറിയില്ല. അവൻ കാടടിച്ച് പ്രസംഗിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇവരെ ആരെയും പോലെയല്ല, അക്രമികളെ പോലെയല്ല, പാപികളെ പോലെയല്ല, ഈ കുറ്റക്കാരെ പോലെയല്ല. നമുക്കും അങ്ങനെ സ്വഭാവമില്ലേ? നമ്മളെ അളക്കുന്നത് എങ്ങനെയാ? മറ്റുള്ളവരുമായിട്ട് വെച്ചാണ്. കർത്താവ് നമ്മോട് പറഞ്ഞെന്തോന്നറിയാമോ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പൂർണ്ണരായിരിക്കണം. അപ്പൊ നമ്മുടെ അളവുകോൽ എവിടെയാ? സ്വർഗസ്ഥനായ പിതാവാണ്. നമ്മള് ഈ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്, ഞാൻ ഇവനെ പോലെയൊന്നുമല്ല. എന്നിട്ട് അവൻ സ്വയം പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്. ഒരു നിയമത്തിലും അങ്ങനെ പറയുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലും ഉപവസിക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ അവന്റെ മഹത്വം കാണിക്കാൻ, അവന്റെ മേന്മ കാണിക്കാൻ, അവന്റെ ശ്രേഷ്ഠത കാണിക്കാൻ, അവൻ നല്ലവനാണെന്ന് കാണിക്കുവാൻ, അവൻ നീതിമാനാണെന്ന് കാണിക്കുവാൻ ദൈവത്തോട് പറയുക. ആരോടാ പറയുന്നേ? ദൈവത്തോട്. അവന്റെ ജീവിതത്തിന്റെ എല്ലാം അറിയാവുന്ന ദൈവത്തോട് അവൻ പറയുന്നത്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നു. ഇതാണ് അവന്റെ വാദം. അവൻ പ്രാർത്ഥിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, ഉപവസിക്കുന്നു. ശരി, അവനെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം. ദൈവത്തിന് അറിയില്ല ഇവനെല്ലാം ചെയ്യുന്നുണ്ട്. ഇവനെടുത്ത് പറയാൻ എന്താ മേന്മയുള്ളത്? ഇവനെടുത്ത് പറയാൻ ഒരു മേന്മയുമില്ല. കാരണം നമ്മൾ എത്ര ചെയ്താലും ദൈവസന്നിധാനത്തിൽ അത് മതിയായതല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. ദൈവം തന്ന നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് എത്രത്തോളം കാത്തു പരിപാലിക്കാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും? എത്ര 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 നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. പലപ്പോഴും നമുക്ക് നന്ദി പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ പരീക്ഷയൻ സ്വയം നീതീകരിച്ച് സ്വയം വലിപ്പം കാണിക്കുകയാണ്. എന്നാൽ എന്താണ് ചുങ്കക്കാരനെ ചെയ്തത്? അവനറിയാം. അവനെ ദേവാലയത്തിന്റെ ഏറ്റവും പുറകെ വന്നു നിന്നു. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും അടിച്ചിട്ട് അവൻ ചങ്കിലിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാ, മഹാപാപിയ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവന്റെ ചങ്ക് പൊട്ടിയാണ് കർത്താവിനുണ്ട്. കാരണം അവൻ പാപിയാണ്, യഥാർത്ഥത്തിൽ പാപിയാണ്. കർത്താവ് അവനെ അറിയാം. കർത്താവ് അവന്റെ ഹൃദയങ്ങൾ കാണുന്നവനാണ്. കർത്താവ് നമ്മുടെ ആരുടെയും മുഖം നോക്കുന്നവനല്ല. നമുക്ക് മുഖം നന്നായി വെളുപ്പിച്ച് നടക്കാൻ സാധിക്കും. അതേസമയം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് ദൈവം. കർത്താവിനോട് പറയുകയാണ്, അതെ, അവൻ നീതീകരിക്കപ്പെട്ടവനായവന്റെ വീട്ടിലേക്ക് പോയി. അവൻ അവന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറായി. അവൻ ദൈവം നിരത്തി വെക്കാൻ ഒന്നുമില്ല, അഭിമാനിക്കാൻ ഒന്നുമില്ല, സന്തോഷിക്കാൻ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പൗലോസ് ദൈവത്തിന്റെ ദാനമല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക്? എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എല്ലാം ദൈവത്തിന്റെ ദാനമായിട്ടും നമ്മൾ പലതിലും അഭിമാനിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മിടുക്കാണ്, സാമർഥ്യമാണ്, കഴിവാണെന്നൊക്കെ വിചാരിക്കുന്നു. ശരിയായിരിക്കാം, നമുക്ക് കഴിവ് കാണും, ശക്തി കാണും, ബുദ്ധി കാണും, മിടുക്ക് കാണും. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഫലം നൽകുന്നവൻ ദൈവമാണ്. നമ്മൾ എത്ര അധ്വാനിച്ചാലും ഫലം നൽകുന്നവൻ ദൈവമാണ്. നമ്മൾ ചെടി കൊണ്ട് നട്ടു നോക്ക്, നടാനേ നമ്മളൊന്ന് കഴിയൂ. വെള്ളമടിക്കാൻ നമ്മളെ കഴിഞ്ഞേക്കും, തരമെടുക്കാൻ നമ്മളെ സമ്മതിക്കും. നമ്മൾ എത്ര വിചാരിച്ചാലും ആ ചെടി ഒന്ന് കിളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതിന് കിളിച്ചാലും അതിന് പുഷ്പം വരുത്താനോ അതിന് ഫലം നൽകുവാനോ നമ്മൾ വിചാരിച്ചാൽ സാധിക്കത്തില്ല. നടുന്നവൻ ഒരാളായിരിക്കും, വെള്ളം കോരുന്നവൻ വേറെ ഒരാളായിരിക്കും, പക്ഷെ ഫലം നൽകുന്നവൻ ദൈവമാണ്. ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രിയ സഹോദരങ്ങളെയും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ ജയിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. നിങ്ങൾക്ക് ഇന്റർവ്യൂ നടത്താൻ സാധിച്ചേക്കും, പക്ഷെ പാസ്സായി ജോലി കിട്ടണമെങ്കിൽ ദൈവം വിചാരിക്കണം. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാൻ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പടിവാത് കാക്കുന്നതിൽ കാവൽക്കാൻ വൃഥാ ജാഗരിക്കുന്നു. അതിരാവിലെ ഉണരുന്ന നമ്മൾ താമസിച്ചുറങ്ങുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും ഒക്കെ വ്യർത്ഥമാണ്.
തന്റെ ഭക്തൻ ഉറങ്ങുമ്പോൾ തനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതി വെക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഒന്നിനും കുറവുണ്ടാകത്തില്ല. വിനയാന്യതനായി തമ്പുരാന് മുമ്പിൽ പറയാൻ സാധിക്കണം, കർത്താവേ പാപിയായ എന്നോട് കരുണയായിരിക്കണം. നമ്മൾ വേദവസം പിടിച്ചു നോക്കിക്കൂ, തമ്പുരാന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. എല്ലാവർക്കും ദൈവം തന്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെയും, ഈ സുവിശേഷ ഭാഗത്തിന്റെ ചങ്കായ വാക്കെന്ന് പറയുന്നത് കർത്താവ് അവസാനം പറഞ്ഞു വെക്കുകയാണ് 14-ാം വാക്യത്തിൽ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തും. നാം സ്വയം ഉയർത്തുകയാണെങ്കിൽ നാം മൂട്ടിൽ വീഴും. ദൈവമുമ്പാകെ നാം വിനയാന്വിതനായി ജീവിച്ചാൽ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ കൊടുങ്കാറ്റൊക്കെ അടിക്കുമ്പോൾ ശക്തമായ മരങ്ങളൊക്കെ ആടി ഉലഞ്ഞ് ഒടിഞ്ഞു പറഞ്ഞ് താഴെ വീഴും. എന്നാൽ ആ വലിയ മരത്തിന്റെ, കൂറ്റൻ മരത്തിന്റെ കീഴിൽ നിൽക്കുന്ന ചെറിയ പുല്ലുകളുണ്ടല്ലോ, കാറ്റ് വരുമ്പോൾ അതിങ്ങനെ താണ് കൊടുക്കും, കാറ്റടിച്ചു പോകും. ആ പുല്ല് അത് കഴിയുമ്പോൾ നേരെ നിവർന്ന് നിൽക്കും. ഇതാണ് ദൈവം തമ്പുരാൻ താണ നിലത്തേ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യുകയുള്ളൂ. പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ നിന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു, അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ടു, താഴ്മയുള്ളവരെ ഉയർത്തി. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി, താഴ്മയുള്ളവരെ ഉയർത്തും. എത്രമാത്രം ദൈവസന്നിധാനത്തിൽ തമ്പുരാൻ വിട്ടുകൊടുക്കുന്നു. താൻ ഒന്നുമല്ല എന്ന ബോധ്യമുണ്ടോ, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യമുണ്ടോ, അവരെല്ലാം ദൈവം കൈപിടിച്ച് ഉയർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വയം അഹങ്കരിക്കുന്ന, സ്വയം നീതീകരിക്കുന്ന, സ്വയം എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുന്ന ആർക്കും ഈ ലോകത്തിൽ ഉയർച്ചയിലേക്ക് വരുവാനായിട്ട് സാധിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെയും, ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. നാം ദൈവാലയത്തിൽ പോകുന്നത് ആരെയും വിധിക്കുവാനോ കുറ്റം പറയുവാനുമല്ല, ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന്റെ കരുണയും കൃപയും പ്രാപിക്കുവാനായിട്ടാണ് നാം ദേവാലയത്തിൽ പോകുന്നത്. അത് പ്രാർത്ഥനാലയമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി പ്രാർത്ഥന സന്നിധിക്കുക. പരമ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എത്രമാത്രം പാപിയാണ്, ഞാൻ എത്രമാത്രം ശൂന്യനാണെന്ന ബോധ്യം നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാകും. ആ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആരെയും, ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവ് പറയും, ഈ ചെറിയവരിൽ ഒരാളെ പോലും കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവരുടെ ദൂതന്മാർ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരും വിലപ്പെട്ടവരാണ്, എല്ലാവരും വിലപ്പെട്ട, ചെറിയവനും വലിയവനും ഒക്കെ ദൈവം വിലപ്പെട്ടവരാണ്. ദൈവം കൊടുക്കുന്ന വില മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരോടും മാന്യമായി പെരുമാറുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആരെയും നമ്മുടെ സ്നേഹവലയത്തിൽ നിന്നും തള്ളിക്കളയാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. ശത്രുക്കളെ പോലും സ്നേഹിച്ച് അവർക്ക് ചെയ്യാവുന്ന നന്മ ചെയ്യുവാനുള്ള എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മുടെ മേലും നമ്മുടെ സമൂഹത്തിന്റെ മേലും സമർത്ഥമായി ആവസിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.